ഗായ്സ്, ഐ എം യാസോ ഗെയിമിംഗ് ഹിയർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് BGMI 3.4 അപ്ഡേറ്റിൻ്റെ ഇവൻറ്റും ഫുൾ ഗെയിം പ്ലേ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പുതിയ ഇവൻറ്റിൻ്റെ പേരെന്ന് വെച്ചാൽ ക്രിംസൺ മൂൺ അവേക്കിംഗ് എന്നാണ്. നമ്മുടെ പഴയ ഓഷ്യൻ ഒഡീസിയന് ശേഷമുള്ള നെക്സ്റ്റ് ഒരു ന്യൂ ഇവൻ്റാണ് ക്രിംസൺ മൂൺ അവേക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ കളിക്കുന്നത് PUBG ഗ്ലോബലിലാണ്. PUBGയിലുള്ള ഏകദേശ കാര്യങ്ങളായിരിക്കും BGMയിലോട്ട് വരുന്നത്. BGMI ആണ്, എന്തോടോ സംഭവിക്കാൻ. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ BGMIയിൽ 7 ദിവസം കൂടെ നമ്മുടെ പഴയ ഇവൻറ്റ് കാണുള്ളൂ. ഓഷ്യൻ ഒഡീസി എന്ന് പറഞ്ഞ ഇവൻറ്റ് 7 ദിവസം കൂടെ കഴിഞ്ഞ് നമ്മുടെ പുതിയ ഇവൻറ്റ് വരും, ക്രിംസൺ മൂൺ അവേക്കിംഗ് എന്ന് പറഞ്ഞ ഇവൻറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്, വീട്ടിലോട്ട് കിടക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ BGMIയുടെ ഇനി വരാൻ പോണ സ്പോൺ ലോബി. ഒരു മൊത്തത്തിലൊരു ഡ്രാക്കുളേൻ്റെ ഒരു തീമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ പ്ലെയിൻ പറക്കാൻ നേരത്തെ ഗൈസ് ഇത് കണക്കെയാണ് വവ്വാലിൻ്റെ ഒരു എഫക്റ്റൊക്കെയാണ് കൊടുത്തേക്കുന്നത്. കൊള്ളാം ഗൈസ്. മാപ്പിൽ നോക്കുകയാണെങ്കിൽ 2 മെയിൻ ഇവൻറ്റും 4 സബ് ഇവൻറ്റും ഉണ്ട്. ഇതാണ് മെയിൻ ഇവൻറ്റ്, ക്രിംസൺ കാസ്റ്റൽ എന്നാണ് പറയുന്നത്. തന്നെ ചുമപ്പ് മേഘം കണക്കെ ഉണ്ട്, നല്ലൊരു എഫക്റ്റൊക്കെയാണ് കൊടുത്തേക്കുന്നത്. നമുക്കിനി ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഈ കാസ്റ്റൻ്റെ അകത്തൊരു ഡ്രാക്കുള ഉണ്ട് ഗൈസ്. അത് നമ്മുടെ പണ്ടത്തെ മമ്മീൻ്റെ ഇവൻ്റ് ഇല്ലേ, അതേപോലെ ഇതിൻ്റെ അകത്ത് ഒരു ഡ്രാക്കുള ഉണ്ട്. അതിന് നമുക്ക് കൊന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ലൂട്ടൊക്കെ എടുക്കാൻ പറ്റും ഗൈസ്. നമുക്ക് ആദ്യം ഒരു സ്റ്റോൺ ഉണ്ട്, സ്റ്റോൺ കിട്ടിയാലേ നമുക്ക് ആ ഡ്രാക്കുളേനെ ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റോൺ കിട്ടിയാൽ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് ഒരു വവ്വാലിൻ്റെ ചിറക് കണക്ക്, അതായത് നമുക്ക് ചിറക് വെച്ചിട്ട് പറന്നു പോകാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വൂൾഫും ആവാൻ പറ്റും. ഇതാണ് ഗൈസ് മറ്റേ വവ്വാലിൻ്റെ ചിറകെന്ന് പറഞ്ഞ കാര്യം. വവ്വാലിൻ്റെ പവർ വെച്ച് നമുക്ക് ഇതിനെയൊക്കെ അറ്റാക്ക് ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ ഗൈസ് നമുക്ക് ഇത് ഈ പെട്ടി തുറന്നാൽ ഒരുപാട് ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മുടെ ഡ്രാക്കുളയിലെ ചലഞ്ച് ചെയ്യാനുള്ള ക്രിംസൺ സ്റ്റോൺ എന്ന് പറഞ്ഞ സ്റ്റോണും കിട്ടും. ആ സ്റ്റോൺ കിട്ടി ഗൈസ്, നമുക്കിനി ഡ്രാക്കുളനെ ചലഞ്ച് ചെയ്യാനായിട്ട് പോവാം. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് വൂൾഫ് ആവാൻ കിട്ടുന്ന ഒരു ഇഞ്ചക്ഷനും കൂടെ ഉണ്ട്. ഇത് നമ്മൾ ട്രൈ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. വൂൾഫ് വീട്ടിൻ്റെ വണ്ടിയിലേക്ക് കയറാൻ പറ്റും. Oh my god. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡ്രാക്കുളനെ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വന്നാൽ മാത്രമേ നമുക്ക് ഡ്രാക്കുളനെ ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ നമുക്ക് ഇവിടെ 2-3 സ്ഥലത്തായിട്ട് ശവപ്പെട്ടികളുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് കയറി ഇരുന്ന് എനിമീസിനെയൊക്കെ പേടിപ്പിക്കാൻ പറ്റും. അതുകൂടെ നോക്കിയിട്ട് നമുക്ക് ഡ്രാക്കുളനെ ചലഞ്ച് ചെയ്യാനായിട്ട് പോകാം. ഇതാണ് ഗൈസ് സാധനം. ഇതിൻ്റെ അകത്ത് കയറി നമുക്ക് ഒളിച്ചിരിക്കാൻ പറ്റും. ക്യാമ്പസിനൊക്കെ ബെസ്റ്റ് സ്ഥലമാണ്. ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്കപ്പോൾ ഡ്രാക്കുളനെ ചലഞ്ച് ചെയ്യാം. നോക്കാം. ഇപ്പോൾ വരും ഗൈസ്, 5 seconds. വന്നു ഗൈസ് ഡ്രാക്കുള. എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും അടിക്കാം. ഡ്രാക്കുള നമുക്ക് പിടിച്ചിട്ട് തീർന്നു. മൈ ഗോഡ്, സീൻ തന്നെ.
അത്യാവശ്യം കൊള്ളാം കേട്ടോ, നല്ല പവറുണ്ട്. പിന്നെ ഈ മാപ്പിൽ നോക്കി ഇവിടെ ഒരു സംഭവം കാണാം ഇതേപോലെ. ഇത് നമുക്ക് കുറച്ച് ടൈം എടുത്ത് ആക്ടിവേറ്റ് ആക്കി അവിടെ നിന്നും കുറച്ച് ലൂട്ട് കിട്ടും. ഇതാണ് നമ്മുടെ പുതിയ കുതിര. ഈ മാപ്പിൻ്റെ ഇവിടെ ആയിട്ടൊക്കെ കുറച്ച് ഇവിടെ കുതിരയൊക്കെ കാണും. ഇത് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ദൂരം പോകാനും പറ്റും, ഫ്യൂവലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് സബ് ഇവൻ്റ്. ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം ലൂട്ടൊക്കെ കിട്ടും. ഇവിടെ നിന്ന് ഡ്രാക്കുളയെ ചലഞ്ച് ചെയ്യാനുള്ള ക്രിസ്റ്റൽ സ്റ്റോൺ കിട്ടാനും ചാൻസ് ഉണ്ട്. അതേപോലെ ഗൈസ്, നമുക്ക് ഈ ലൂട്ടിൻ്റെ അകത്തുനിന്ന് ക്രിപ്സ്റ്റൻ കീ എന്ന് പറയുന്ന സംഭവം കിട്ടും. അത് വെച്ച് നമുക്ക് ഇവൻറ്റിൽ വീണ്ടും ടെലിപ്പോർട്ടായിട്ട് പെട്ടെന്ന് പോകാൻ പറ്റും. ഇപ്പോൾ സമയം കഴിഞ്ഞ്, അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ബൈ ബൈ ഗൈസ്, ഐ എം സൈനിങ് ഔട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കീപ് സപ്പോർട്ട്, subscribe the channel and do like.